voice audible ആണെന്ന് പ്രതീക്ഷിക്കുന്നു. Yes, sir. PPT ഷെയർ ചെയ്യാം. അപ്പോൾ PPT കണ്ടോന്ന് പറഞ്ഞാൽ മതി. PPT visible ആണെന്ന് പ്രതീക്ഷിക്കുന്നു. PPT visible or not? Yes, sir. Yes, sir. ഓക്കെ, നമുക്ക് അപ്പോൾ നമ്മൾ പഠിച്ച ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തിട്ട് വിൽ ഗോ ടു അവർ നെക്സ്റ്റ് ടോപ്പിക്. സോ ഹിയർ ഈസ് അവർ പ്രോബ്ലം. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു ഫോഴ്സസ് സച്ച് എ വേ ദാറ്റ് they act at right angles. Their resultant is √10 Newton. നമ്മുടെ ഇക്വേഷൻ ആയി തന്നെ നമ്മൾ എഴുതിയിരിക്കാം. റിസൾട്ടന്റ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിച്ചായിരുന്നു. റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു √f1 square plus f2 square plus 2f1 to cos theta. So this is the equation for resultant. So in the first case, they have given that these two forces act at right angles. That means the angle theta they have given it as 90 degrees. What is the value of cos 90? Cos 90 will be equal to 0. So if they act at right angles, this term mottam cancel out. So we got only √f1 square plus f2 square. Okay, so we can write resultant √f1 square plus f2 square is equal to √10n. That is the first sentence, the meaning of allengil nammal adinnu ezhudunna equation. Okay, and in the second sentence they have given, but if they act at 60 degree, in the second situation they have given the angle as 60 degree, and the resultant is √13 Newton. So in the second case, √13 is equal to √f1 square plus f2 square plus 2f1 f2 cos 60. First equation, √10 is equal to √f1 square plus f2 square. So this is the condition they have given. So we got two equation and two unknown. So നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്തിട്ട് രണ്ട് unknown values നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Okay, അപ്പോൾ first thing we have to understand, read the question and catch the data. അത് തന്നിരിക്കുന്ന ഡാറ്റാസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് നമുക്കറിയാവുന്ന ഇക്വേഷൻസിൽ യൂസ് ചെയ്യുന്ന ടൈപ്പിൽ നമ്മൾ എഴുതാൻ പറ്റും. ഓക്കെ, എല്ലാവരും ആയിട്ട് ആ രണ്ട് ഇക്വേഷൻസ് എഴുതാം. ആദ്യം നമ്മൾ റിസൾട്ടന്റ് ഇക്വേഷൻ എഴുതി, ആൻഡ് വി ആർ അപ്ലൈയിങ് ദ ഫസ്റ്റ് കണ്ടീഷൻ ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ. രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 എഴുതിയിട്ടില്ല, രണ്ട് ഇക്വേഷൻ എഴുതിയിരിക്കാം. ഓക്കെ, ആയിക്കോട്ടെ. രണ്ട് കണ്ടീഷൻസും അപ്ലൈ ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ എഴുതിയിരിക്കണം. നമ്മളിപ്പോൾ റഫായിട്ട് എഴുതുന്ന ക്വസ്റ്റ്യൻ ഒന്നും അതേപോലെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ് മാത്രം മതി. അപ്പോൾ ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം എഴുതാം, മീൻസ് ഇക്വേഷൻ എഴുതാം, അതിന്റെ ഡാറ്റാസ് മാത്രം എഴുതാം. രണ്ട് ബേസ്ഡ് ഓൺ ദ ഡാറ്റ രണ്ട് ഇക്വേഷൻ മാത്രം എഴുതാം. കഴിഞ്ഞ ഒരു ഡണ്ണോ യെസ്സോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് ഇക്വേഷൻ √10 is equal to √f1 square plus f2 square. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ we can write 10 is equal to f1 square plus f2 square.
Okay, and we can use this value in the second equation. Second equation നമുക്ക് ഈ value യൂസ് ചെയ്യാൻ പറ്റും. f1 square plus f2 square എന്നുള്ളതിന് പകരം നമുക്ക് 10 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് നമുക്ക് f1 f2 വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Okay, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. So first we will be substituting the value f1 square plus f2 square. നമ്മുടെ equation √13 is equal to root of f1 square plus f2 square plus 2f1 f1 cos 60. Cos 60 ന്റെ വാല്യൂ നമുക്കറിയാം, അറിയാത്തവര് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാം. It will be 0.5. Okay, and instead of f1 square and f2 square, we will be substituting the value 10. Now we can write f1 into f2 is equal to 3 എന്നുള്ള വാല്യൂ കിട്ടും. കാരണം ഇവിടെ 10 ലെഫ്റ്റ് സൈഡിൽ it will become 3 and 2f1 f2 into 0.5. 2ഉം 0.5 cancel ചെയ്ത് ബാക്കി f1 into f2 is equal to 3 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് f1 plus f2 is equal to 3 എന്നുള്ള വാല്യൂ കിട്ടി. f1 into f2 എന്ന്. ഇനി നെക്സ്റ്റ് നമുക്ക് രണ്ട് ഇക്വേഷൻസ് അറിയാം. a plus b ഹോൾ സ്ക്വയർ അറിയാം, a minus b ഹോൾ സ്ക്വയർ അറിയാം. സപ്പോസ് a plus b ഹോൾ സ്ക്വയർ f1 plus f2 ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം f1 square plus f2 square plus 2f1 f2 എന്ന് എഴുതാൻ പറ്റും. f1 square plus f2 square plus 2f1 f2 എന്ന് എഴുതാൻ പറ്റും. ഇതിലത്തെ f1 square plus f2 square വാല്യൂ നമുക്കറിയാം, f1 f2 വാല്യൂ നമുക്ക് അറിയാം. So we can write a plus b whole square is equal to f1 square plus f2 square. നമുക്ക് ഓൾറെഡി ഇവിടെ അറിയാവുന്ന വാല്യൂ എന്താ, 10 ആണ്. So we'll be substituting that value 10. And 2f1 f2, 2 into f1 f2 value നമ്മൾ already calculated ആണ്, 3 ന് calculated ആണ്. So 2 into 3. So total 10 plus 6, 16 is the value of f1 plus f2 whole square. So from this equation we can write, taking the square root on both sides, and the side square root we can write f1 plus f2 is equal to 4 എന്ന് എഴുതാൻ പറ്റും. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഇതിൽ അപ്ലൈ ചെയ്യണം. a plus b whole square എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യണം. f1 plus f2 is equal to 4 എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി തന്നെ നമുക്ക് ഒന്നുകൂടി അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെ, a minus b whole square എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. a minus b whole square, a minus b whole square എന്ന് പറഞ്ഞാൽ എന്താ, a square plus b square minus 2ab. അതിനും വീണ്ടും പഴയ പോലെ തന്നെ f1 square plus f2 square നമ്മൾ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 2 into 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ആണ്, അപ്പൊ 10 minus 6 അതിന്റെ വാല്യൂ 4 എന്നായിട്ട് കിട്ടും. അതായത് f1 square minus f1 minus f2 whole square നമുക്ക് will get the value of 4, or f1 minus f2 will get the value as 2. So നമുക്ക് രണ്ട് ഇക്വേഷനെ, ഇക്വേഷൻ നമ്പർ 1 and ഇക്വേഷൻ നമ്പർ 2. So we got two equations. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ഇക്വേഷൻ മോഡൽ കൊടുത്തിട്ട് സോൾവ് കൊടുത്താൽ സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. കാരണം രണ്ട് ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, ഈ രണ്ട് സിമ്പിൾ ഇക്വേഷൻ നമുക്ക് 1 by 1 ആയിട്ട് എഴുതാം. ഇതിന്റെ താഴെ തന്നെ ഒരു ഇക്വേഷൻ കൂടി എഴുതി, f1 plus f2 equal to 4. So adding equation 1 and 2, equation 1 plus 2 gives f2 f2 cancel out, 2f1 equal to 6, or f1 equal to 3 എന്ന് കിട്ടും. f1 3 കിട്ടിയാൽ we will get the value of f2 as 1. ഓക്കെ, പിന്നെ ഈ സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഇതിന്റെ മുന്നത്തെ സ്റ്റെപ്പിൽ തന്നെ ആൻസർ പറയാം. സെയിം സ്റ്റെപ്പ് ഇല്ലാണ്ട് നമുക്ക് മുന്നത്തെ സ്റ്റെപ്പിലെ ആൻസർ പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ 10th 12th മാത്സ് സ്ക്വയർ റൂട്ട് ഓഫ് എൻ ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ അതിലാണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, രണ്ട് വാല്യൂസിന്റെ പ്രൊഡക്റ്റ് 3 ആണ് നമുക്ക് ഇവിടെ കിട്ടി, രണ്ട് വാല്യൂസിന്റെ സമ്മ് 4 ആണ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വാല്യൂസ് എന്തായിരിക്കും? അതായത് f1 f2 പ്രൊഡക്റ്റ് 3 ആണ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, f1 f2 സമ്മ് നമുക്ക് 4 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത് ഒന്ന് 3ഉം ഒന്ന് 1 ആയിരിക്കും.
അപ്പൊ ഈ സ്റ്റെപ്പ് ഇല്ലാണ്ട് a - b all square എഴുതാണ്ട് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാം. ഓക്കെ, മീൻസ് അത്രയും സ്റ്റെപ്പിലേക്ക് പോകേണ്ട പറ്റുന്നത് ക്ലിക്ക് ആയാൽ നമുക്ക് ആ സ്റ്റെപ്പിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഇത് സോൾവ് ചെയ്യുമ്പോൾ f1 = f2 = 1 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ആയാലും ഒന്ന് പറയാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി a+b all square ഇക്വേഷൻ അപ്ലൈ ചെയ്തു, a - b all square ഇക്വേഷൻ അപ്ലൈ ചെയ്തു, അതുപോലെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്ത ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഇനി കാൽക്കുലേറ്ററിൽ എല്ലാവർക്കും ആയതിനു ശേഷം കാൽക്കുലേറ്ററിൽ എങ്ങനെ സോൾവ് ചെയ്യാന്ന്, ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാന്ന് പഠിപ്പിക്കാം. നെക്സ്റ്റ് വീക്കിൽ പഠിപ്പിക്കാം, കാരണം ഇപ്പോൾ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഓൺവേഴ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീക്കിൽ തന്നെ ആവശ്യം വരും, കാരണം നമുക്ക് ചിലപ്പോൾ ഹയർ ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യം വരും. ഇനി മാക്സിമം അത് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും എല്ലാവരും ഒരു കാൽക്കുലേറ്റർ സെറ്റ് ആക്കി വെക്കുക. കാൽക്കുലേറ്റർ മീൻസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുന്ന മോഡൽ. 82 MS ഇക്വേഷൻ മോഡ് ഉണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല. 100 MS മുതലുള്ളതിലുണ്ട്, ഒന്ന് നോക്കി വെച്ചോളൂ. അപ്പോൾ ഇല്ലാത്തവരൊക്കെ ഒന്ന് പുതിയത് പർച്ചേസ് അല്ലെങ്കിൽ സീനിയേഴ്സിനെ ഒന്ന് മേടിക്കുകയും അങ്ങനെയെല്ലാം ആണെങ്കിലും കാൽക്കുലേറ്റർ ഒരു റെഡിയാക്കി വെക്കാം. ഇത് എഴുതി ആൻസർ കിട്ടിയാൽ ഒന്ന് പറയാം, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, കുറെ ആൾക്കാർ ഡണ്ണ് പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ ഗോ ടു നെക്സ്റ്റ് ടോപ്പിക്. അല്ലേ, ഇത് എല്ലാവരും റഫ് കാൽക്കുലേഷൻസ് ഉണ്ട്. നമുക്കത് നല്ല ഭംഗിയായിട്ട് നോട്ടിൽ വേറെ എഴുതണം. ഞാൻ പറഞ്ഞില്ലേ, റഫായിട്ട് നമ്മൾ എഴുതി പോകണം, ഒപ്പം ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. അനലിറ്റിക്കൽ പേപ്പർ എപ്പോഴും കേട്ടിരിക്കുന്നതായിട്ടും ഏറ്റവും നല്ലത്. ഇറ്റ് വിൽ ബി നമ്മൾ ടുഗദർ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിൽ എടുക്കാം. ഓക്കെ, സോ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്, റിസോൾവിംഗ് എ ഫോഴ്സ് ഇൻ ടു 2 components. Okay, the process of splitting up, dividing and splitting up of the given force into number of components. നമ്മൾ mainly will be dividing into x and y axis. രണ്ട് കോമ്പണൻസ് ആയിട്ടാണ് നമ്മൾ എല്ലാ ഫോഴ്സിനെയും ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സിഗ്മ വെർട്ടിക്കൽ കോമ്പണന്റും ഹൊറിസോണ്ടൽ കോമ്പണന്റും ആയിട്ടാണ് നമ്മൾ തന്നിരിക്കുന്ന എല്ലാ ഫോഴ്സിനെയും ഡിവൈഡ് ചെയ്യുന്നത്. So the process of splitting of the given force into a number of components. So mainly we will be dividing it into 2 components. Along one is vertical and another one is horizontal. Okay, without changing its effect on the body. അപ്പോൾ ഒരു ഫോഴ്സിന് 2 components ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ നെറ്റ് ഇഫക്റ്റ്, ബോഡിയിൽ ഉണ്ടാവുന്ന നെറ്റ് ഇഫക്റ്റിന് ഷുഡ് നോട്ട് ചേഞ്ച്. അതിൽ യാതൊരു ചേഞ്ച്, വിത്തൗട്ട് ചേഞ്ചിങ് ദ ഇഫക്റ്റ് ഓൺ ദ ബോഡി, വിത്തൗട്ട് ചേഞ്ചിങ് ദ effect on the body is called resolution of force. Resolution of force means splitting off the given force into number of components without changing the effect on the body. That is called resolution of force. So a force is generally resolved into 2 mutually perpendicular directions. So നമ്മൾ ചെയ്യുന്നത് 2 ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യാനാണ്. 1 horizontal and 1 vertical direction. ഓക്കെ, നമ്മളിപ്പോൾ ഇത്ര നേരം പഠിച്ചെന്തായിരുന്നു, നമ്മളിപ്പോൾ 2 ഫോഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫോഴ്സ് ആക്കാനാണ് ഇപ്പോൾ കോമ്പോസിഷൻ ഓഫ് ഫോഴ്സിൽ പഠിച്ചത്. അതായത് പാരലോഗ്രാം ലോ യൂസ് ചെയ്ത് എന്താ പഠിച്ചത്, 2 ഫോഴ്സ് സെപ്പറേറ്റഡ് ആയിട്ട് ആംഗിൾ യു വിൽ ബി കമ്പൈൻ ഇറ്റ് ഇൻ ടു സിംഗിൾ ഫോഴ്സ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്. റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് ഇസ് ദ റിവേഴ്സ് ആക്ഷൻ ഓഫ് ദ അഡീഷൻ ഓഫ് ദ കോമ്പണന്റ് വെക്ടർ. അപ്പോൾ നമ്മൾ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് പ്രോസസ് ആണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മളൊരു ഫോഴ്സിനെ റിസോൾവ് ചെയ്യാന്ന്, അപ്പൊ അതിന് നമുക്ക് സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ള ടേംസ് വളരെ നന്നായിട്ട് പഠിക്കണം. വാട്ട് ഈസ് സൈൻ തീറ്റ, വാട്ട് ഈസ് കോസ് തീറ്റ എന്നുള്ള ടേംസ് നമ്മൾ വളരെ തറവായിട്ട് ഭംഗിയായിട്ട് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് റെസൊല്യൂഷൻ. നമ്മളിപ്പോൾ റിസോൾവ് ചെയ്യുമ്പോൾ ഒരു ബോഡിയിൽ ചിലപ്പോൾ n നമ്പർ ഓഫ് ഫോഴ്സുകൾ ഉണ്ടായിരിക്കും. മേ ബി 2 ഫോഴ്സസ്, 3 ഫോഴ്സസ്, 5 ഫോഴ്സസ്, എത്രയോ ഫോഴ്സുകൾ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ
അതിനൊരു റൂൾ ഉണ്ട്, പ്രിൻസിപ്പൽ ഓഫ് സൊല്യൂഷൻ റൂൾ ഉണ്ട്. ദ ആൽജിബ്രിക് സം ഓഫ് റിസോൾവ്ഡ് പാർട്സ് ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ്. ഈ നമ്പർ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് മോർ ദാൻ 2, 3, 4, 5, 6 എത്രയെങ്കിലും ആയിക്കോട്ടെ. ദ ആൽജിബ്രിക് സം ഓഫ് റിസോൾവ്ഡ് പാർട്ട്. നമ്മൾ റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മൾ വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ടും ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ടും റിസോൾവ് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോ 10 ഫോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ 10 ഫോഴ്സിനെയും വിൽ ബി ഡിവൈഡിങ് ഇൻ ടു 10 വെർട്ടിക്കൽ കോമ്പണൻസ് ആൻഡ് 10 ഹൊറിസോണ്ടൽ കോമ്പണൻസ്. ഓക്കെ, okay, in a given direction is equal to the resolved part of their resultant in the same direction. So we got 10 forces and we have divided into 10 vertical components and 10 horizontal components. This 10 vertical component sum, 10 vertical component sum nu parayunnathu nammal use the 10 number of force in the resultant in the vertical component ആയിരിക്കണം. നമ്മളിപ്പോ ഒരു ബോഡിയിൽ ഇപ്പോൾ 3 ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബോഡി 1 force in this direction, 1 force in this direction, and 1 force in this direction. Okay, so we will be resolving it into this. E force നമ്മൾ റിസോൾവ് ചെയ്തിട്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് എഴുതി. ഈ ഫോഴ്സ് റിസോൾവ് ചെയ്തിട്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് എഴുതി. ഈ ഫോഴ്സ് ഓൾറെഡി ഹൊറിസോണ്ടൽ അപ്പോൾ റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇനി ഈ 3 ഫോഴ്സിന്റെ റിസൾട്ടന്റ് എങ്ങനെയാണ് എടുക്കുന്നത് വെച്ചാൽ റിസൾട്ടന്റ് the resultant of all the 3 forces, and resultant got 1 vertical component and 1 horizontal component. Resultant vertical component should be the algebraic sum of vertical component of all the applied forces. നമ്മൾ ഈ ബോഡിയിൽ അപ്ലൈ ചെയ്ത 3 ഫോഴ്സിന്റെയും വെർട്ടിക്കൽ കോമ്പണന്റിന്റെ സം ആയിരിക്കണം റിസൾട്ടന്റ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. Similarly, resultant in the horizontal component in the പറയുന്നത് it should be the algebraic sum of all horizontal components of the applied force. അതാണ് principle of resolution. The algebraic sum of resolved parts of a number of forces in a given direction. In a given direction പറയുന്നത് either horizontal or vertical is equal to the resolved part of their resultant in the same direction. Okay. അപ്പോൾ നമ്മളെ പ്രിൻസിപ്പിൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇനി നമ്മൾ എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പൊ നമ്മൾ എല്ലാ റെസൊല്യൂഷനും നമ്മൾ ബേസ് ചെയ്യുന്നത് 4 ക്വാഡ്രൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റിസോൾവ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എഴുതാം. ഐ വിൽ ബി ചെരിഞ്ഞു പോയി. വീട്ടിൽ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഫോഴ്സ്. Okay, so I have to divide this force into 2 components. I have to divide this force into 2 components. One vertical component and 1 horizontal component. Okay, നമ്മൾ ട്രയാങ്കിൾ ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഇതിപ്പോ എഫ് എന്നുള്ള ഫോഴ്സ്. ദിസ് ഈസ് ദ ഫോഴ്സ് എഫ് മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ അതിന്റെ എ ബി സി, ദ സൈഡ് എ ബി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സൈഡ് എ ബി ക്യാൻ ബി റിട്ടൺ ആസ് എഫ് കോസ് 30 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ സൈഡ് ബി സി ക്യാൻ ബി റിട്ടൺ ആസ് എഫ് സൈൻ 30 എന്ന് എഴുതാൻ പറ്റും. എഴുതാൻ പറ്റില്ലേ? കാരണം സൈൻ തീറ്റ is equal to opposite side. So if this is angle theta, opposite side എന്ന് പറയുമ്പോൾ this BC divided by hypotenuse, that is AC. AC എന്താ? AC is equal to F ആണ്. So I can write BC divided by F, or I can write BC equal to F sin theta എന്ന് എഴുതാൻ പറ്റും, or F sin 30 എന്ന് എഴുതാൻ പറ്റും. അത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സിമിലർലി cos theta is equal to adjacent side that is AB, adjacent side AB divided by hypotenuse. Hypotenuse is equal to F1. So I will be writing AB divided by F. So in this equation solving we can write AB is equal to
f cos theta, or I can write f cos 30. അപ്പോൾ ഈ രണ്ട് കോമ്പണന്റ് ആണ്, ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആണ് എ ബി. സോ ഐ വിൽ ബി റൈറ്റിംഗ് ഹിയർ f cos 30 and this will be f sin 30. അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു ഫോഴ്സിനെ രണ്ട് കോമ്പണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുക? ഒരു ഡയറക്ഷനിൽ എഴുതിയ ഫോഴ്സിനെ രണ്ട് കോമ്പണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹെഡിങ് എഴുതിക്കോ, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്. എന്നിട്ട് നമ്മുടെ ഹെഡിങ് എഴുതിക്കോ, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്. അതായിരിക്കും the process of splitting up the given force into a number of components. The process of splitting up the given force into a number of components without changing its effect on the body. Without changing its effect on the body is called resolution of force. Is called resolution of force. Okay, അത്രയും മതി. ബാക്കി സെന്റൻസ് നമ്മൾ ജസ്റ്റ് അഡീഷൻ ആയിട്ട് എഴുതിയതാണ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ ആയിട്ട് എഴുതിക്കും പ്രിൻസിപ്പിൾ ഓഫ് റെസൊല്യൂഷൻ. പ്രിൻസിപ്പിൾ ഓഫ് റെസൊല്യൂഷൻ. Principle of resolution. The algebraic sum of the resolved parts of a number of force. The algebraic sum of resolved parts of a number of forces in a given direction, number of forces in a given direction is equal to the resolved part of their resultants. Resolved part of അതിനുശേഷം നമ്മൾ ഒരു എക്സ് എന്നുള്ള ഫോഴ്സിനെ റിസോൾവ് ചെയ്തതിന്റെ സ്റ്റെപ്പുകൾ എഴുതിച്ചു. അതിനുശേഷം ഞാൻ ഒന്നോ രണ്ടോ ഫോഴ്സ് നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാൻ തരാം. അപ്പൊ ഈ ഫോഴ്സ് എങ്ങനെ റിസോൾവ് ചെയ്തിട്ട് ഫോഴ്സിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് എന്താണ്, ഫോഴ്സ് രണ്ട് റിസോൾവ് ചെയ്തിട്ട് രണ്ട് കോമ്പണന്റ് എഴുതുക. എന്നിട്ട് അവസാനം എഫ് ഫോഴ്സ് വെർട്ടിക്കൽ ഒക്കെ പിന്നെ എഴുതാം. രണ്ട് കോമ്പണന്റ് ആയിട്ട് എങ്ങനെ എഴുതാന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിരിക്കാം. ചിലർക്ക് അറിയാം, ഇപ്പോൾ എല്ലാ സ്റ്റെപ്പും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് കാരണം ഞാനത് നോട്ട്സിൽ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ട്രിഗണോമെട്രി റൂൾസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ റൂൾസ് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഉള്ളൂ. കാരണം ഇത് നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോൾ ട്രിഗണോമെട്രി അത്രയായിട്ട് ക്ലിയർ അല്ലാത്തവർ വേണമെങ്കിൽ സ്റ്റെപ്പുകൾ മൊത്തം എഴുതാം. അല്ലാത്തവർക്ക് ജസ്റ്റ് ആവശ്യമുള്ളത് മാത്രം എഴുതിയാൽ മതി. കാരണം ഇത് ഞാൻ നോട്ടിൽ എഴുതിയിട്ടില്ല, മീൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന PPT-യിൽ ഈ കണ്ടന്റ് ഉണ്ടായിരിക്കില്ല. അപ്പൊ എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് അടുത്തൊരു ഫോഴ്സിന് നമുക്ക് റിസോൾവ് ചെയ്യാം. വേണ്ട ഞാനിവിടെ ഫോഴ്സ് വരച്ചിരിക്കാം. അപ്പൊ നിങ്ങൾ അതിന്റെ റിസോൾവ് ചെയ്തിട്ട് അതിന്റെ കോമ്പണൻസ് പറഞ്ഞാൽ മതി.
First number 1, 2, 3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഫിഗർ വരച്ചിട്ട് 1ന്റെ ഫോഴ്സ് ഹൊറിസോണ്ടൽ ഈക്വൽ ടു ഫോഴ്സ് വെർട്ടിക്കൽ ഈക്വൽ ടു കൊണ്ട് എഴുതാം. അതുപോലെ 2ന്റെ ഫോഴ്സ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്താണ്, ഫോഴ്സ് വെർട്ടിക്കൽ ഫോഴ്സ് എന്താണ് എഴുതാം. അതുപോലെ 3യുടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്താണ് എഴുതാം, വെർട്ടിക്കൽ ഫോഴ്സ് എന്താണ് എഴുതാം. അപ്പൊ ആദ്യം നമ്മൾ ഈ ഫോഴ്സ് ചെയ്ത് പിന്നെ ബാക്കിയുള്ള വാല്യൂസ് എഴുതും. ഞാൻ മനഃപൂർവ്വം ഒരു കാര്യം പറഞ്ഞിട്ടില്ല, അത് എത്ര ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്. അതിനെ പറ്റി ബോധർ ചെയ്യണ്ട കേട്ടോ, അത് മനസ്സിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതിനെപ്പറ്റി എന്താ പറയാത്തതെന്ന് ആലോചിച്ച് ടെൻഷൻ ആവുന്നു വേണ്ട. റിലാക്സ് ആയിട്ട് ഈ 3 ഫോഴ്സിന്റെ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കോമ്പണന്റ് എന്തൊക്കെയാണ് എഴുതും. എഴുതി കഴിഞ്ഞാൽ 3 ഫോഴ്സിന്റെ എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. മൂന്ന് ഫോഴ്സിനെ റിസോൾവ് ചെയ്ത് കംപ്ലീറ്റഡ് ആയാണ് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. മൂന്ന് ഫോഴ്സിന്റെയും ഹൊറിസോണ്ടലും വെർട്ടിക്കലും കോമ്പണൻസ് എഴുതി കംപ്ലീറ്റ് ആയാൽ ചാറ്റ് ബോക്സിൽ പറയാം. സോ ദെൻ വി ക്യാൻ എക്സ്പ്ലെയിൻ. ഇതേപോലെ സ്റ്റെപ്പ് മൊത്തം എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഫിഗർ കണ്ടിട്ട് എഴുതാൻ പറ്റണം, അത്രേ ആവശ്യമുള്ളൂ. ഇതേപോലെ എല്ലാ സ്റ്റെപ്പും എഴുതേണ്ട യാതൊരു ആവശ്യമില്ല. ജസ്റ്റ് ആ ഫിഗർ നോക്കിയിട്ട് വാട്ട് ഈസ് ഹൊറിസോണ്ടൽ വാട്ട് ഈസ് വെർട്ടിക്കൽ എന്ന് എഴുതിയാൽ മതി. വേറെ ഇതേപോലത്തെ സൈൻ ഡീറ്റെയിൽസ് കോസ് അങ്ങനെ സ്റ്റെപ്പുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഫിഗർ നോക്കിയിട്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണന്റ് എഴുതാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ബെസ്റ്റ്, ആണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഒരാൾ കംപ്ലീറ്റ് പറഞ്ഞു, ബാക്കി കുറച്ച് ആൾക്കാർ വേണ്ടി വരട്ടെ. ഓക്കെ, 2 ആൾക്കാർ പറഞ്ഞു. നാല് 10 ആവട്ടെ. ഒരു മെജോറിറ്റി എങ്കിലും ഒരു പകുതി ക്വാർട്ടർ എങ്കിലും നോക്കണ്ടേ. അഞ്ച് ആൾക്കാരായിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് പഴയ പോലെ ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. കഴിഞ്ഞ ദിവസം ഏതുവരെ വിളിച്ചു എനിക്ക് ഓർമ്മയില്ല. റിയാസ്, മുഹമ്മദ് സാഹില് വിളിച്ചു, മുഷറഫ് വിളിച്ചു,
Nandakishore. Nandakishore, please turn on your mic and camera. Sir, എന്നെ വിളിച്ചതാ. വിളിച്ചാണോ? Nandana Raghunath. Yes, sir. Okay, please turn on your mic and camera. Okay. നമ്മുടെ നമ്പർ 1 വന്നിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റും വെർട്ടിക്കൽ കോമ്പണന്റും എന്താണ്? Vertical component F sin 30. Vertical component F 30. 30. 34. F sin 30 ആണ് സാർ ആൻസർ. ഇതല്ല നമ്പർ 1 കേട്ടോ. നമ്പർ 1 കൊണ്ട് രണ്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്പർ 1. എഫ് അല്ല, നമ്മളിപ്പോ 30 ന്യൂട്ടനാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. 30 sin 40. 30 sin 40. ഇത് ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ? ഇത് വെർട്ടിക്കൽ. 30 sin 40 is the vertical component. Okay, what about horizontal components? 30 cos 40. 30 cos 40. Okay. ഇതൊരു 90% കറക്റ്റ് ആണ്. അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് കൂടി ഉണ്ട്. എന്താ നിനക്ക് പറയാൻ പറ്റുമോ? ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒരു ചെറിയ കാര്യം പറയാൻ വിട്ടുപോയി എന്ന് പറഞ്ഞു. അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഹൊറിസോണ്ടൽ കോമ്പണന്റിലല്ല, വെർട്ടിക്കൽ കോമ്പണന്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. മനസ്സിലായിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമ്മൾ വെർട്ടിക്കൽ കോമ്പണന്റ് നമ്മളിപ്പോൾ ക്വാഡ്രന്റ് സിസ്റ്റം ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൾ പോസിറ്റീവ്, അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കാറ്. നമ്മൾ അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കാറ്. ടുവേർഡ്സ് റൈറ്റ് നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കാറ്. അപ്വേർഡ് ഡയറക്ഷനും ടുവേർഡ്സ് റൈറ്റും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും. അപ്പൊ ആദ്യത്തെ ഫോഴ്സ് പറഞ്ഞപ്പോൾ അതിന്റെ രണ്ട് കോമ്പണൻസ് എഫ് സൈൻ 30 അത് അപ്വേർഡ് ആയിരുന്നു, അത് പോസിറ്റീവ് ആണ്. എഫ് കോസ് 30 അത് ടുവേർഡ്സ് റൈറ്റ് ആണ്, അതും പോസിറ്റീവ് ആണ്. അപ്പൊ അതിന് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും മാർക്ക് ചെയ്തില്ല. പക്ഷെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 30 എന്നുള്ള ഫോഴ്സിനെ റിസോൾവ് ചെയ്യണം. 30 റിസോൾവ് ചെയ്യുമ്പോൾ എന്താ, അതിന്റെ ഒരു കോമ്പണന്റ് ഈ ഡയറക്ഷനിൽ വരും, ഒരു കോമ്പണന്റ് ഈ ഡയറക്ഷനിൽ വരും. ഈ ഡയറക്ഷൻ വരുന്നത് 30 കോസ് 40 എന്നുള്ള കോമ്പണന്റ് ആണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ഡൗട്ട് വരികയാണെങ്കിൽ അവിടെ നിങ്ങളൊരു ട്രയാങ്കിൾ വരച്ചിട്ട് ചെക്ക് ചെയ്യാട്ടാം. വേറെ 30 കോസ് 30 പെട്ടെന്ന് എഴുതാൻ പറ്റാത്ത ആൾക്കാർ. അപ്പൊ ഈ സൈഡ് 30 വരും, ഇതാണ് 40 എന്ന് മാർക്ക് ചെയ്ത സൈഡ്. അപ്പൊ എന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്താ, 30 കോസ് 40. വെർട്ടിക്കൽ കോമ്പണന്റ് 30 സൈൻ 40. ഓക്കെ, അപ്പൊ രണ്ട് കോമ്പണൻസ് കിട്ടി. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഹൊറിസോണ്ടൽ കോമ്പണന്റ് ടുവേർഡ്സ് റൈറ്റ് ആണ്, അത് പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ അതിന് പ്രശ്നമൊന്നുമില്ല. ബട്ട് വെർട്ടിക്കൽ കോമ്പണന്റ് ഇറ്റ് ഈസ് ടുവേർഡ്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്വേർഡ് ഡയറക്ഷൻ അല്ല, ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. സോ ഇറ്റ് വിൽ ബി മാർക്ക്ഡ് ആസ് -30 sin 40. ചെറിയൊരു കറക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഒന്ന് വിട്ടുപോയത് ഓക്കെ, മനഃപൂർവ്വം വിട്ടുപോയതോ അല്ലെങ്കിൽ അറിയാണ്ട് വിട്ടുപോയത് എങ്ങനെയും ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഒന്ന് ഒരു കറക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞു മാത്രം. ഓക്കെ, ഇനി അടുത്ത ആള്. നെക്സ്റ്റ് നമുക്ക് ആരെ വിളിക്കാം? നന്ദന രഘുര, നീരജ കൃഷ്ണകുമാർ. ഓക്കെ, നമുക്ക് ഫോഴ്സ് നമ്പർ 2 ഒന്ന് പറഞ്ഞു നോക്കാം. ഫോഴ്സ് നമ്പർ 2 അതിന്റെ വാട്ട് ഈസ് ദ ഹൊറിസോണ്ടൽ ലൈൻ? Vertical component 100 cos 50, horizontal component 100 sin 50. Okay, vertical component 100 cos 50, horizontal minus 100 sin 50. horizontal ആണോ vertical ആണോ മൈനസ്? horizontal മൈനസ്. ഓക്കെ, നമ്മൾ ഒന്നുകൂടി എഴുതാം. വെർട്ടിക്കൽ കോമ്പണന്റ് എന്താ പറഞ്ഞേ? വെർട്ടിക്കൽ കോമ്പണന്റിനാണ് മൈനസ് വരിക അവിടെ. ഓക്കെ, വെർട്ടിക്കൽ കോമ്പണന്റ് വാല്യൂ എത്രയാണ്? 100 cos 50 and horizontal component 100 sin 50. 100 sin 50. So which component got the minus sign? Minus sign vertical component. Okay, thank you. വളരെ കറക്റ്റ് ആണ്.
ഇപ്പോ അതിൽ ചെറിയ ആൾക്കാരെ മീൻസ് ചില ആൾക്കാരെ ഡൗട്ട് വരുന്നത് എപ്പോഴും ചില ആൾക്കാർ തെറ്റിക്കാറുണ്ട്. കാരണം നമ്മളിപ്പോ ചെയ്ത രണ്ട് പ്രോബ്ലം, അതായത് എഫ് എന്നുള്ള വാല്യൂന്ന് റിസോൾവ് ചെയ്തു, അതേപോലെ തന്നെ 13 എന്നുള്ള വാല്യൂ റിസോൾവ് ചെയ്തു. ഈ രണ്ട് റിസോൾവ് ചെയ്തപ്പോഴും ഹൊറിസോണ്ടൽ കോമ്പണന്റിന്റെ കൂടെ കോസ് കോമ്പണന്റ് ആണ് യൂസ് ചെയ്തത്. അപ്പൊ ചിലവരിങ്ങനെ ബൈ ഹാർട്ട് പഠിക്കും. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും കോസ് കോമ്പണന്റ് എപ്പോഴും ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചിരിക്കും. അപ്പോ നോർമലി ആയിട്ട് എഫ് ഹൊറിസോണ്ടൽ കോമ്പണന്റ് മറ്റും എഴുതും 100 cos 50 എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പൊ അങ്ങനെ ഒരു എറർ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ എറർ ഒരിക്കലും വരരുത്. നമ്മൾ മീൻസ് ഈ വരച്ച ഫോഴ്സിനെ ട്രയാങ്കിൾ പോലെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ട്രയാങ്കിൾ പോലെ റെപ്രസെന്റ് ചെയ്തിട്ട് അതിനെ ആംഗിൾ മാർക്ക് ചെയ്യാം. ഈ ആംഗിളാണ് നമ്മൾ നോർമലി മാർക്ക് ചെയ്യാറ്. ഇതല്ല ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അവർ ഈ ആംഗിൾ തന്നിരിക്കുന്നത്. ഇതാണ് 50 എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. അപ്പോൾ ദിസ് വിൽ ബി 100 sin 50 ആൻഡ് ദിസ് വിൽ ബി 100 cos 50. അപ്പൊ എന്തുകൊണ്ടാണ് ഹൊറിസോണ്ടൽ കോമ്പണന്റ് sin 50 ആയത്, അതേപോലെ വെർട്ടിക്കൽ കോമ്പണന്റ് cos 50 ആയത്? നമ്മൾ എപ്പോഴും അങ്ങനെ ഹൊറിസോണ്ടൽ സൈൻ കോമ്പണന്റ് മാത്രമേ വരുള്ളൂ, വെർട്ടിക്കൽ കോസ് കോമ്പണന്റ് മാത്രമേ വരുള്ളൂ, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഹൊറിസോണ്ടലും വെർട്ടിക്കലും മാറി മാറിയിട്ട് വരും. നമ്മൾ ആ തന്നിരിക്കുന്ന ഇത് ഫോഴ്സ് നോക്കിയിട്ട് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഫോഴ്സിന്റെ ഡയറക്ഷൻ റിസോൾവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇൻ ദിസ് ഡയറക്ഷൻ ആണ്, അപ്പൊ അതിന് റിസോൾവ് ചെയ്യുമ്പോൾ ഒരെണ്ണം താഴേക്കും ഒരെണ്ണം റൈറ്റിലേക്കും വരണം. അങ്ങനെ രണ്ട് കോമ്പണൻസ്. അപ്പോൾ ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവ്, ടുവേർഡ്സ് റൈറ്റ് പോസിറ്റീവ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ഫോഴ്സ് നമ്പർ 3. അത് നമുക്ക് ആരെടുത്ത് ചോദിക്കാം? ഫോഴ്സ് നമ്പർ 3 നേഹ ബാജു. നേഹ ബാജു, നേഹ, ഹലോ നേഹ അവിടെ ഇല്ല? ഹലോ, ഓക്കെ, നേഹ അവിടെ ഇല്ല ആണോ? നമുക്ക് നേഹ ഗിരീഷിന്റെ അടുത്ത് ചോദിക്കാം. നേഹ ഗിരീഷ്. ഹലോ, ഓക്കെ, നേഹ ഗിരീഷ് വീഡിയോ ഒന്ന് ഓൺ ചെയ്യും. സർ വീഡിയോ ഓൺ ആക്കിയ മൊബൈൽ ഡേറ്റ ഇല്ല. ലാസ്റ്റ് അവറല്ലേ, ഇനി അവറൊന്നുമില്ലല്ലോ. ഒരു മിനിറ്റ്. നമ്മള് ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിട്ടാണ്, ആരാണ് ക്ലാസ്സിലെ സ്റ്റുഡൻസ് എന്നൊക്കെ അറിയണ്ടേ. ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ആൻസർ പറഞ്ഞോളൂ. ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 3 കേൾക്കുന്നുണ്ട്, വിസിബിൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, അതിനകത്ത് നമ്മുടെ 2 കോമൺസ് 50 ഡിഗ്രി. അപ്പോ അതിനകത്ത് എനിക്ക് കിട്ടിയത് അതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് 20 sin 50 എന്നാണ്. 20 sin 50, മറ്റത് 20 cos 50. ഓക്കെ, അങ്ങനെയാണ് കിട്ടിയത്. നമുക്ക് അവിടെ ഒരു ട്രയാങ്കിൾ വരച്ചു നോക്കാം. ഇങ്ങനെയാണ് ആ 20 ട്രയാങ്കിൾ വരാം. ശ്രദ്ധിച്ചു തന്നെ 20 സൈഡ് വരുന്ന ട്രയാങ്കിൾ, തന്നിരിക്കുന്ന ആംഗിൾ ഇതാണ് 50 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ തീറ്റ വരുന്നത്. അപ്പോ ദിസ് വിൽ ബി 20 sin 50. അപ്പൊ പറഞ്ഞു തെറ്റിപ്പോയില്ലേ? വെർട്ടിക്കൽ കോമ്പണന്റ് ആണ് 20 sin 50 വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ അപ്പോ ഫിഗർ വരച്ചു നോക്കുക. അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇവിടെ ആംഗിൾ വരുന്നതാണ് നമുക്ക് കൺവീനിയന്റ്. അപ്പൊ ഈ ആംഗിളിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുക. നമുക്ക് ആ 50യുടെ പകരം മറ്റേ ട്രയാങ്കിൾ എടുത്തിട്ട് ലൈക്ക് ആ സെന്ററിലേക്ക് കൊണ്ടുവരാൻ 140 എടുക്കാൻ പറ്റുമോ? എന്നിട്ട് നമുക്ക് എടുക്കണല്ലോ, 2 പാരലൽ ലൈൻസ് കട്ട് ചെയ്യുമ്പോ 2 പാരലൽ ലൈൻസ് എവിടെ പെന്നോടെ പോയി 1 മിനിറ്റ്. ഇവിടെ 2 പാരലൽ ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്താലേ ഈ ആംഗിളും സെയിം ആണ് പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ ഈ ആംഗിൾ സെയിം ആണ് പഠിച്ചിട്ടില്ലേ? അപ്പോ if this angle is 50, this angle will be also 50. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്ത് എഴുതാൻ പറ്റും. So our vertical component is 20 sin 50. Horizontal component will be 20 cos 50. So vertical component
20 sin 50, vertical component 20 cos 50. Okay, thank you. ഇനി ഇതിലൊരു പോസിറ്റീവ് നെഗറ്റീവ് കൂടി പറയാനുണ്ടായിരുന്നു. ഏതാ പോസിറ്റീവ് ഏതാ നെഗറ്റീവ്? ഹലോ, പറയാം, കുഴപ്പമില്ല, ഞാൻ തന്നെ പറയാം. ഇത് നമുക്ക് ഫോഴ്സ് സോൾവ് ചെയ്തപ്പോൾ ഒരെണ്ണം ഡൗൺവേർഡ് ഡയറക്ഷനും ഒരെണ്ണം ടുവേർഡ്സ് ലെഫ്റ്റും ആണ്. അപ്പോൾ ഇൻ ദിസ് കേസ് ബോത്ത് ആർ നെഗറ്റീവ്. രണ്ട് ഫോഴ്സും നെഗറ്റീവ്, അല്ലെങ്കിൽ രണ്ട് കോമ്പണൻസും നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇത് ഓക്കെ, നമ്മൾ ഫോഴ്സിനെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് ചെയ്താണ്. ഇത് ഞാൻ നോട്ടായിട്ട് ആഡ് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇമേജ് ആയിട്ട് അയച്ചു തരാം. ഈ മൊത്തം സോൾവ് ചെയ്തേക്കുന്നത് എല്ലാവരും നോട്ടിൽ ഇപ്പോൾ ഇനി ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തിട്ട് ഇതിന്റെ ആൻസറുകൾ എഴുതി വെച്ചോളൂ കേട്ടോ. സോൾവ് ചെയ്തിട്ട് ഇതിന്റെ ആൻസറുകൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളൂ. ഓക്കെ, ഇപ്പം നമുക്ക് നിർത്താം. ഞാൻ അറ്റൻഡൻസിന്റെ അത് നോട്ടിൽ എഴുതിക്കോളൂ. നോട്ടിൽ എഴുതി കഴിഞ്ഞിട്ട് അറ്റൻഡൻസിന്റെ ലിങ്ക് ഞാൻ ഇതിലിടാം. അപ്പൊ അതുപോലെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു ഹോംവർക്ക് ഞാൻ തരാം. ഞാൻ ഫോഴ്സിന് സോൾവ് ചെയ്യുന്ന മോഡലിൽ ഒരു ഹോംവർക്ക് തരാം. അപ്പോൾ ആൻസർ എഴുതി കഴിഞ്ഞിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്ത് പോക്കുള്ളൂ കേട്ടോ. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, നോ പ്രോബ്ലം.